ഹലോ നമസ്കാരം വെൽക്കം ബാക്ക്. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വീക്കെൻഡിന് ഷോപ്പിങ്ങിന് പോയതും പിന്നെ ഒരു ആലു പറാത്തിൻ്റെ റെസിപ്പിയുമാണ്. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ കണ്ട് സപ്പോർട്ട് ചെയ്യുക. ആലു പറാത്ത ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ എടുത്തേക്കുന്നത് 2 പൊട്ടാറ്റോ ആണ്. പുഴുങ്ങി തൊലി കളഞ്ഞ പൊട്ടാറ്റോ ആണ് എടുത്തേക്കുന്നത്. പിന്നെ 2 സ്പൂണ് ചെറുതായിട്ട് അരിഞ്ഞ സവാള എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പച്ചമുളകാണ് എടുത്തേക്കുന്നത്. എരിവ് വേണമെങ്കിൽ 2 പച്ചമുളക് എടുക്കാം. പിന്നെ കുറച്ച് മല്ലിയിലയും. ഇത്രയാണ് നമുക്ക് വേണ്ടത്. ഇനി ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഈ എടുത്ത് വെച്ചേക്കുന്ന ഉരുളക്കിഴങ്ങൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. വേറൊരു പാത്രത്തിലേക്ക് നമുക്ക് ഇത് ഗ്രേറ്റ് ചെയ്ത് എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 1.5 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിന് വേണ്ടി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. നമ്മൾ അരിഞ്ഞെടുത്ത മല്ലിയിലയും പച്ചമുളകും സവാളയും ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകം കൂടി ചേർത്ത് കൊടുക്കണം. ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് മാവ് കലക്കിയെടുക്കാം. ആദ്യം കുറച്ച് വെള്ളം ഒഴിക്കുക. അതിനുശേഷം മാത്രമേ ബാക്കി ഒഴിക്കാവൂ. നമുക്ക് ആദ്യം ഒഴിച്ചു നോക്കുമ്പോൾ തന്നെ അറിയാം ഇനി ബാലൻസ് എത്ര വെള്ളം വേണ്ടി വരുമെന്ന്. ആദ്യമേ എല്ലാ വെള്ളവും കൂടി എടുത്ത് ഒഴിക്കരുത്. സാധാരണ നമ്മൾ ആലു പൊറോട്ട ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് പൊട്ടറ്റോ ഒക്കെ സ്റ്റഫ് ചെയ്തിട്ടല്ലേ ഉണ്ടാക്കുന്നത്. അതിന് കുറേ സമയം വേണ്ടി വരും. നമുക്ക് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ, ഇതുപോലെ മാവ് കലക്കി ഉണ്ടാക്കുകയാണെങ്കിൽ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. എന്നാൽ നല്ല ടേസ്റ്റും ആയിരിക്കും. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് മാവ് വേണ്ടത്. ഒരുപാട് വെള്ളവും ആവരുത്, എന്നാൽ വെള്ളം ഒട്ടും കുറയുകയും ചെയ്യരുത്. ഇനി നമുക്കിത് ചുട്ടെടുക്കാം. പാൻ ചൂടായി കഴിയുമ്പോൾ നമുക്ക് മാവ് കോരി ഒഴിച്ചു കൊടുക്കാം. മാവ് ഒരുപാട് പരത്തണ്ട. ഒരുപാട് പരത്തിയാൽ നമുക്ക് ആ പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ല. കുറച്ച് കട്ടിയിൽ വേണം ഇത് ഉണ്ടാക്കിയെടുക്കാൻ. ഇപ്പോഴത്തെ കണ്ടോ, ഒരു സൈഡ് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പം ഒരു സൈഡിൽ ഒരു ബ്രൗൺ കളറായില്ലേ. ഇനി അപ്പുറത്തെ സൈഡിൽ നമുക്കിതുപോലെ ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് തിരിച്ച് മറിച്ചിട്ട് കൊടുക്കുക. ഈ ഒരു പരുവത്തിലേ ആവുള്ളൂ. ഇതിനെക്കാട്ടി കൂടുതൽ നമ്മൾ മൂപ്പിച്ചെടുത്താൽ ഒരുപാട് അങ്ങ് കരിഞ്ഞു പോകും. പിന്നെ ഒരു കരിഞ്ഞ ടേസ്റ്റ് ആയിരിക്കും കിട്ടുക. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ, ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് നെയ്യോ ബട്ടറോ ഒന്ന് തടവി കൊടുക്കുക. ഒരു സ്പൂൺ വെച്ചിട്ട് വല്ലതും ഒന്ന് തടവി കൊടുക്കുക. നമ്മളിങ്ങനെ നെയ്യ് തേക്കുന്ന സമയത്ത് ഇത് ചെറുതായിട്ടൊന്ന് പൊള്ളിച്ച് വരും. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ഇതിൻ്റെ മുകളിൽ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. പ്രസ് ചെയ്ത് കൊടുത്താൽ ഇത് നന്നായിട്ട് പൊള്ളിച്ച് വരും. കണ്ടില്ലേ? ഇതുപോലെ ചെയ്ത് കൊടുത്താൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ആലു പരാത്ത ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ട് 2 സൈഡും നന്നായിട്ടൊന്ന് പൊള്ളിച്ചെടുക്കുക. പക്ഷേ കരിഞ്ഞു പോകാൻ പാടില്ല. നമ്മൾ മാവ് എപ്പോഴും കോരി ഒഴിക്കുന്ന സമയത്ത് കുറച്ച് കട്ടിക്ക് തന്നെ കോരി ഒഴിക്കണം. ഗോതമ്പ് ദോശ ഉണ്ടാക്കുന്ന പോലെ ചെയ്യരുത്. അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് ഇത് പൊട്ടിപ്പോവും. ഇപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ബാക്കി മാവൊക്കെ ഇതുപോലെ തന്നെ ചുട്ടെടുക്കാം. നമ്മളെപ്പോൾ മാവ് കോരി ഒഴിച്ചാലും ഫ്ലെയിം മീഡിയത്തിലായിരിക്കണം. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ 2 സൈഡും കരിഞ്ഞു പോവും. പക്ഷേ ഉള്ളിൽ വെന്തിട്ടുണ്ടാവില്ല. ഞാനിപ്പോൾ ഈ ഒരു തവയ്ക്ക് 2 തവി മാവാണ് കോരി ഒഴിച്ചത്. എന്നിട്ട് ചെറുതായിട്ടൊന്ന് പരത്തി കൊടുക്കുന്നേ ഉള്ളൂ. നല്ല കട്ടിയിൽ തന്നെയാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്.
വേദുട്ടിക്ക് ഇഷ്ടപ്പെട്ടോ? എങ്ങനെയുണ്ട്? സൂപ്പറാ. കറി വേണോ? കറി കൊണ്ടുവരാം കേട്ടോ. ദേ പൊറോട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ 1.5 കപ്പ് മാവല്ല എടുത്തത്. എനിക്ക് അതിന് ഏകദേശം ഒരു 10 പൊറോട്ട കിട്ടിയിട്ടുണ്ട്. ഇതിന് പ്രത്യേകിച്ച് കറിയുടെ ഒന്നും ആവശ്യമില്ല. കറി ഇല്ലാതെ തന്നെ കഴിക്കാം. പിന്നെ തൈര് കൂട്ടി കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. കുട്ടികൾക്ക് നമുക്ക് ടിഫിനായിട്ട് കൊടുത്തു വിടാവുന്നതാണ്. അപ്പോൾ ഈ ഈസി ആയിട്ടുള്ള റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈസി മാത്രമല്ല ഹെൽത്തിയുമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായങ്ങൾ അറിയിക്കുക. ഞാൻ പറഞ്ഞില്ലേ നിങ്ങളോട് ഇതിൻ്റെ കൂടെ ഞാനൊരു ഷോപ്പിങ്ങിൻ്റെ വീഡിയോയും കൂടി ഷെയർ ചെയ്യുന്നുണ്ടെന്ന്. അപ്പം നമ്മൾ വീക്കെൻഡായിട്ട് പോയത് ഡ്രാഗൺ മാർട്ടിലാണ്. UAEയിലുള്ള മിക്ക ആൾക്കാരും പോയിട്ടുള്ള ഒരു സ്ഥലമാണ് ഡ്രാഗൺ മാർട്ട്. ഇതിനുള്ളിൽ ഒരുപാട് ഷോപ്സ് ഉണ്ട്. അത് വീട്ടിലേക്കുള്ള എല്ലാ സാധനങ്ങളും നമുക്ക് ഇവിടെ കിട്ടും. ഇൻഡോർ ഫർണിച്ചർ, ഔട്ട്ഡോർ ഫർണിച്ചർ, ഇലക്ട്രോണിക്സ്, പിന്നെ നമ്മൾ ജെൻസിനും ലേഡീസിനുമുള്ള ഡ്രസ്സ്, കുട്ടികൾക്കുള്ള ഡ്രസ്സ്. ഞാൻ ബാഗൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ വേദൂട്ടി ഒരു ബാഗ് എടുത്തിട്ട് ഇതെങ്ങനെയുണ്ട്, ഇത് കൊള്ളാവോ, ഓരോന്നും എടുത്തിട്ട് അവൾ ചോദിക്കും ഇതെങ്ങനെയുണ്ട്, ഇത് ഇഷ്ടപ്പെട്ടോ, ഇത് കൊള്ളാവോ, ഇത് വാങ്ങിച്ചാലോ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുക. ബാഗിനൊക്കെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഇവിടെ. ഒരുപാട് വെറൈറ്റീസ് ബാഗൊക്കെ കിട്ടും. ഈ ബാഗൊക്കെ അത്യാവശ്യം വിലയുള്ളത് തന്നെയാണ്. ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് ഉണ്ടായിരുന്നു അവിടെ. പോയിട്ടുള്ളവർക്കൊക്കെ എന്തായാലും അറിയാം. പിന്നെ ബാഗ് പോലെ തന്നെ ഷൂസിനും കളക്ഷൻസ് ഉണ്ടായിരുന്നു. ആ ഒരു സെക്ഷനിൽ ഞാൻ പോയി നോക്കിയിട്ടുണ്ടായിരുന്നു. ഈ ഷൂസൊക്കെ ഏകദേശം ഒരു 99 ദിർഹംസിനടുത്താണ് വരുന്നത്. ഇതിനകത്ത് നല്ല കരിമ്പിൻ ജ്യൂസ് കിട്ടുന്ന ഒരു ഷോപ്പുണ്ട് കേട്ടോ. നമുക്കിവിടെ എപ്പോഴും ഒന്നും കരിമ്പിൻ ജ്യൂസൊന്നും അങ്ങനെ ഞാൻ അധികമായിട്ടൊന്നും കണ്ടിട്ടില്ല. ഇത് കണ്ടപ്പോൾ ശരിക്കും കുടിക്കാൻ തോന്നി. ഇതിവർ ഉണ്ടാക്കുന്നത് കാണാൻ തന്നെ ഒരു രസമാണ് കേട്ടോ. കരിമ്പിൻ്റെ ഒരു കരിമ്പ് ഇതിൻ്റെ ഹോളിലേക്ക് കയറ്റിയിട്ട് ഇതിൽ കൂടെ ലിക്വിഡായിട്ട് വരും. പിന്നെ അതിൻ്റെ വേസ്റ്റ് ബാക്കിൽ വന്നിട്ട് അത് അവരപ്പം തന്നെ എടുത്ത് കളയും. ഒരു ഗ്ലാസ്സിന് എനിക്ക് തോന്നുന്നത് 20 ദിർഹംസ്. ഒരു ഗ്ലാസ്സിന് 20 ദിർഹംസ് ആയിരുന്നു. നമ്മൾ 3 ഗ്ലാസ് വാങ്ങി. നല്ല മധുരമുള്ള ജ്യൂസ് തന്നെയായിരുന്നു കേട്ടോ. ഇവിടെ വന്നാൽ ശരിക്കും നമുക്കിത് കണ്ടുകൊണ്ട് നിൽക്കാൻ തന്നെ തോന്നും. നല്ല രസമാണ് ഇവരിത് ഉണ്ടാക്കുന്നത്. സത്യം പറഞ്ഞാൽ ഞങ്ങളിവിടെ എത്തിയ സമയത്ത് മോള് നല്ല വഴക്കായിരുന്നു. അവൾ സ്ട്രോളറിൽ നിന്ന് ഇറങ്ങി താഴെ നടക്കണം, ഓടണം എന്നൊക്കെ പറഞ്ഞിട്ട് വന്ന് കയറി അപ്പം മുതൽ അവൾ വഴക്കായിരുന്നു. അവൾക്ക് എവിടെ പോയാലും ആദ്യം വേണ്ടത് ലോലിപോപ്പാണ്. അപ്പം നമ്മൾ ഈ ലോലിപോപ്പ് അവിടെ നോക്കിയപ്പം അവൾക്ക് പിങ്ക് കളർ തന്നെ വേണം. അവിടെ ഉള്ളത് ഒരു ബ്ലാക്ക് കളറാണ്. അത് വേണ്ട. അങ്ങനെയാണ് കരിമ്പിൻ ജ്യൂസ് കാണിച്ചു തരാം, എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം. പിന്നെ ഇവിടെ നിന്ന ആൾ കുറേ നേരം അവളുമായിട്ട് സംസാരിച്ചു. അങ്ങനെ കുറച്ച് സമയം വഴക്കില്ലാതെ ജ്യൂസൊക്കെ കുടിച്ചിരുന്നു. ഇപ്പം ഏകദേശം ആൾ ഓക്കെ ആയിട്ടുണ്ട്. ജ്യൂസൊക്കെ കുടിച്ച് സ്ട്രോളറിൽ തന്നെ ഇരിക്കുക. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇവിടെ നല്ലൊരു ജുവലറി ഷോപ്പ് ഉണ്ട് കേട്ടോ. ഭയങ്കര ഭംഗിയുള്ള ഓർണമെൻറ്റ്സാണ് അവിടെ ഉള്ളത്. ഇയർ റിങ്സ്, ബ്രേസ്ലെറ്റ്, ബാംഗിൾസ്, റിങ്, എല്ലാത്തിനും ഈ ഇരിക്കുന്ന എല്ലാ ഐറ്റംസിനും 30 ദിർഹംസ് ആണ്. 30 ദിർഹംസ് അത്ര കൂടുതലാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അത്ര ഭംഗിയുള്ളതാണ് എല്ലാ ഐറ്റംസും. ഇങ്ങനത്തുള്ളതൊക്കെ ഇടാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഉണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ചെന്ന് നോക്കണം. കാരണം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഇത് ചെയിനാണ്. ഇതിന് 30 ദിർഹംസ് അല്ല, ഇത് അതിന് കൂടുതലാണ്. 45 ദിർഹംസാണ്. അതും നല്ല ഭംഗിയാണ് കാണാൻ. സിമ്പിളായിട്ടുള്ള ഓർണമെൻറ്റ്സും ഉണ്ട്, കുറച്ച് ഹെവി ആയിട്ടുള്ളതും ഉണ്ട്. എന്നാൽ ഒരുപാട് അങ്ങ് ഹെവി അല്ല താനും. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. നിങ്ങൾക്ക് ചാനലും വീഡിയോസും ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. അതുവരെ ബായ്.